നവ്യയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ വീണ്ടും നവ്യയ്ക്ക് ഇങ്ങനെ വിഷം കുത്തി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, എന്തായാലും നിനക്കിപ്പം നമ്മളെ നന്ദുവിനെ ഇഷ്ടമല്ലല്ലോ, അപ്പം നന്ദു ആണെങ്കിൽ എല്ലാ സപ്പോർട്ടും ഒക്കെ നമ്മളെ നയന പറയുന്ന കണക്കല്ലേ അവൾ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നിനക്കിപ്പം ഒട്ടും അവളെ ഇഷ്ടമല്ലല്ലോ, എന്തായാലും മോള് വിഷമിക്കേണ്ട, നമുക്കും സന്തോഷിക്കാനൊക്കെ ഒരു അവസരം വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ദേവയാനിയാണെങ്കിൽ ജ്യൂസൊക്കെ കൊണ്ട് നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ജലജയാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് നോക്കുക. കാരണം വെച്ചാൽ ജലജയാണെങ്കിൽ ആ ജ്യൂസിനകത്താണെങ്കിൽ എന്തോ പൊടിയൊക്കെ ഇട്ട് കലർത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ നയനയോ കുടിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിന്ന് നോക്കുക. പിന്നെ അതിന് ശേഷമാണെങ്കിൽ നമ്മൾ നന്ദു ആണെങ്കിൽ അനിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും എനിക്കിപ്പോൾ ഒരു കല്യാണം മുടങ്ങിയതുകൊണ്ടൊരു സമാധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അനി പറയുന്നുണ്ട്. അപ്പം നമ്മൾ നന്ദു പറയുന്നുണ്ട്, എന്തായാലും ഇനി സമാധാനിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാര്യം വെച്ചാൽ ഇനി അച്ഛനും അമ്മയും വേറെ കല്യാണം കൊണ്ടുവരുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ വീണ്ടും നമ്മുടെ സമാധാനങ്ങളൊക്കെ പോകുമെന്നൊക്കെയാണ് നമ്മൾ നന്ദു പറയുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മളെ ജലജയെടുത്ത് സംസാരിക്കുന്ന ജയനാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് താറുമാറായി പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മൾ ജലജ പറയുന്നുണ്ട്, അത് ശരിയാണ്, തളർന്നു കിടക്കുന്ന ഒരു പെണ്ണിൻ്റെ ജീവിതം താറുമാറാക്കിയത് ചേട്ടൻ്റെ മോൻ, അതും എന്തായാലും ഒരിക്കലും മറക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.